ഹലോ, നമുക്കിന്നേ പച്ചക്കശുവണ്ടി കീറി ഒരു തീയലുണ്ടാക്കിയാലോ? അപ്പോൾ നമുക്ക് ആദ്യം എണ്ണ ഒഴിച്ച് ആ എണ്ണയ്ക്കകത്ത് നമ്മളെ തേങ്ങ ഇട്ട് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കാം, കുറച്ച് ചുമന്നുള്ളി കൊടുക്കട്ടെ, കുറച്ച് വേപ്പിലയും കൊടുക്കണം. നല്ല ചൂട്, ഒരു രക്ഷയില്ല. അപ്പോൾ നമ്മൾ ഈ തണ്ണിമത്തൻ ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി ആ തണ്ണിമത്തനകത്ത് കുറച്ച് നാരങ്ങ പിഴിഞ്ഞൊഴിക്കുക. നാരങ്ങ പിഴിഞ്ഞിട്ട് പുതിനയില ഉണ്ടെങ്കിൽ പുതിനയിലയും കൂടെ ചേർത്തിട്ട് ജ്യൂസ് അടിക്കുക, എന്നിട്ട് അരിച്ചെടുക്കുക. മധുരം ഇടരുത് കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റ്, ഒരു നല്ലൊരു ഫ്രഷ്നെസ്സും ഒക്കെ ഉണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 1.5 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം. മുളക് പൊടി 1 സ്പൂൺ മതി, എരിവുള്ള മുളക് പൊടി കേട്ടോ. പിന്നെ പച്ചമുളക് നമ്മൾ ചേർക്കുന്നുണ്ടല്ലോ അതിനകത്ത്. ഇതിനി അരച്ചെടുത്തോണ്ട് വരാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് കടുകിടാം. അപ്പം അതിലേക്ക് നമുക്ക് ഉള്ളിയും എല്ലാം ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു ശകലം ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് മൂടി വെക്കാം. അപ്പം നമുക്ക് ഇതിനകത്ത് കണ്ട പുഴുങ്ങി ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് വെച്ച് പുഴുങ്ങി കശുവണ്ടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് പുളി പിഴിഞ്ഞ് വെള്ളം ഒഴിക്കാം. അപ്പോൾ നമ്മൾ വറുത്ത തേങ്ങ വറുത്തരച്ച് ഒരു ശകലം ഗരം മസാല, ഒരു തോരൻ വേണ്ട, ശകലം ഉലുവാപ്പൊടി, പച്ചക്കശുവണ്ടി കീറിയ തീയൽ റെഡിയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒന്ന് കഴിച്ചു നോക്കാം. കൊള്ളാം. അതും ഈ ചക്കയും കശുവണ്ടിയും ചെറിയ ഉള്ളിയുടെയൊക്കെ നല്ല ടേസ്റ്റ്. ഓക്കെ.